ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു. പാസാക്കൽ എന്ന് പറഞ്ഞ വാദഗതിയെ അദ്ദേഹം കൈയോടെ പൊളിച്ച് കൈ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിലെ കേസ് വേണമെന്ന് പറഞ്ഞു. നിയമം പാസ്സായി കാണും, പക്ഷേ യാതൊരു ഫലവുമില്ല. മുനമ്പം നിവാസികൾ സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്താൻ പറഞ്ഞു. ഒന്നാമത്തെ അടി. രണ്ടാമത്തെ അടി ഇന്നലെ സുപ്രീം കോടതിയുടെ കമൻസാണ്. അവർ പറഞ്ഞു ഉള്ള വഖഫ് സ്വത്തുക്കൾക്കൊന്നിനും ഒരു മാറ്റവും വരുത്താൻ പാടില്ല, സ്റ്റാറ്റസ് കോ തുടരണമെന്ന് പറഞ്ഞു ഇന്ന് ഇടക്കാല വിധിയിൽ പറഞ്ഞു ഒരാഴ്ചക്ക് അകം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം കേന്ദ്ര ഗവൺമെൻറ്, പക്ഷേ മൗലികമായി വഖഫ് ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ അവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ RSSൻ്റെയും BJPയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം.